LDC റാങ്ക് ലിസ്റ്റ് വന്നു. ഓരോരുത്തരുടെയും റാങ്കുകൾ അറിയുമ്പോൾ നമുക്ക് അങ്ങ് സന്തോഷമാണ്. സാറിന്റെ മോട്ടിവേഷൻ ഒക്കെ ആയാലും എൻട്രിയിലെ മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു സാറേ. അതുകൊണ്ടാണ് ഈ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിച്ചതെന്നൊക്കെ അവർ പറയുന്ന കേൾക്കുമ്പോൾ അഭിമാനം കൊള്ളുകയാണ്. അത് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒത്തിരി പേര് അറിയിക്കാനുണ്ട്. എൻട്രിയിലെ യൂട്യൂബ് വഴി കണ്ടവരുണ്ട്. എൻട്രി യൂട്യൂബ് ക്ലാസ്, അവസാനം മാരത്തോൺ ക്ലാസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ്, റിവിഷൻ ക്ലാസ്, അതുപോലെ നിങ്ങൾ ഗോൾഡ് ബാച്ചിൽ പങ്കെടുത്തവരാണ്, അല്ലാതെ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് കണ്ടവരാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും എൻട്രി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഈ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. കാരണം അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താണ് അവസാന തീരുമാനം? ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂടെ മണിക്കൂറോളം ചെലവഴിച്ച് റിവിഷനും ഒക്കെ നടത്തി നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റാങ്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ റാങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 10 ചോദ്യമെങ്കിൽ 10 ചോദ്യത്തിലെങ്കിലും ഞങ്ങളുടെ ഓരോ സാറുമാരുടെയും മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ റാങ്കിൽ എവിടെയെങ്കിലും ആ ഒരു പൊൻതരി ഞങ്ങളിലൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് കൊണ്ടുവരണം. ഒത്തിരി വർഷം കൊണ്ടേ കാത്തിരിക്കുക, എനിക്കൊരു LDC ആവണം അല്ലേ. പല ജോലികൾ കാത്തിരിക്കുന്നവരുണ്ട്. LDC പൊതുവേ നിങ്ങൾക്കറിയാം ഏറ്റവും നല്ലൊരു കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷനിൽ ഇങ്ങനെയൊരു റാങ്ക് എത്ര ആയിരക്കണക്കിന് പേര് മത്സരിച്ചതായിരിക്കും. അതിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ റാങ്ക് ചെറുതല്ല. കാരണം എത്രയോ പേരെ കടത്തി വെട്ടിക്കൊണ്ടാണ്. കുറേ നാളത്തെ അധ്വാനമാണ്. ഊണുമില്ല ഉറക്കവുമില്ലാതെ രാത്രി 12 മണി വരെ പഠിച്ചവർ കാണും, രാവിലെ വെപ്രാളപ്പെട്ട് എണീച്ചവർ കാണും, പരീക്ഷ ഹാളിൽ ടെൻഷൻ അടിച്ചവർ കാണും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളുടെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ടെൻഷൻ പോയവരുണ്ട്. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ വിജയം എത്തിക്കഴിഞ്ഞില്ലേ, നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു റാങ്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞില്ലേ. ആ റാങ്ക് എന്ന് പറയുന്നത് എന്തിനാണ്? ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ കേട്ടിട്ടില്ലേ, പാവങ്ങളുടെ IAS എന്നല്ലേ LDC പറയുന്നത്. അത് നിങ്ങളെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലേ, അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്ക് വന്നില്ലേ, പിന്നെന്താ? ആ ഒരു സന്തോഷം നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. എനിക്കും അതൊക്കെ കാണാൻ ഓരോ മീറ്റപ്പ് ഒക്കെ വരുമ്പോഴും ഓരോ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കേൾക്കണമായിരുന്നു. കുറേ നാൾ ഞങ്ങൾ പ്രദീപ് സാറിനെ പോലെ, അല്ലെങ്കിൽ സുജേഷ് സാറിനെ പോലെ, അല്ലെങ്കിൽ രഞ്ജിത്ത് സാറിനെ പോലെ ഇങ്ങനെ കുറേ അവരുടെയൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ട്. നമ്മളും ഒരു ജോലി കിട്ടാൻ വേണ്ടി ഡിഗ്രി കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ B.Ed കഴിഞ്ഞ ഉടനെ ഇറങ്ങി തിരിച്ചവരാണ്. അപ്പോൾ അവരോടൊക്കെ അവർ പറയുന്ന വാചകങ്ങൾ, ആ സാറുമാർ പറയുന്ന വാചകങ്ങൾ, ഒരു നാളത്തെ കഷ്ടപ്പാടിന് നമുക്ക് നല്ലൊരു വീട് വെക്കണമെന്ന് അമ്മയൊക്കെ പറയുന്നേക്കാം, അല്ലെങ്കിൽ വണ്ടി എടുക്കണമെന്നൊക്കെ പറയണേക്കാം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോഴേ സ്വസ്ഥമാവുമെന്നൊക്കെ പറയുന്ന എപ്പോഴും സാറുമാർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വീണ്ടും ഒരു ഊർജ്ജമാണെന്ന് പല ഉദ്യോഗാർത്ഥികളും മീറ്റപ്പിലൊക്കെ വന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും. അല്ലാതെ ഹെവി പൈസക്കാരനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളവനൊന്നും ചിലവർ ചിന്തിക്കത്തില്ല എനിക്ക് ജോലി കിട്ടണ്ടെന്ന്. ഏറ്റവും കൂടുതൽ മീഡിയം ഫാമിലിക്കാരാ നല്ലൊരു ജോലി കിട്ടണം, എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്നിറങ്ങി തിരിച്ചത്. ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യത്തെ പല ജില്ലയിലെയും ക്വസ്റ്റ്യൻ ഭയങ്കര കട്ട് ഓഫ് താഴെയായിരുന്നു, ക്വസ്റ്റ്യനും പാടായിരുന്നു അല്ലേ. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കട്ട് ഓഫ് കടന്നു, നല്ല മാർക്ക് നേടി, നല്ല റാങ്ക് നേടിയെങ്കിൽ അത് വിജയം ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ആഘോഷിക്കാനുള്ളതാണ്. നിങ്ങളെക്കായി ചിലപ്പോൾ സീനിയറുകാരൊക്കെ പുറത്തായി കാണും. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഹാളിൽ ഇരുന്ന് ശ്രദ്ധിച്ച് കണ്ണിങ്ങായി എഴുതി നിങ്ങൾക്ക് കിട്ടിയ മാർക്കുമായി എഴുതി വന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ അത് കിട്ടിയത്. നിങ്ങളോട് ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്തവര്, നിങ്ങളെക്കായി നല്ല അറിവുള്ളവരൊക്കെ പലരും പുറത്തായി കാണും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നിങ്ങളെ കൂടെ സഹകരിച്ചവർ പോലും. പക്ഷെ ആ ഒരു വിജയം നിങ്ങൾക്ക് ആഘോഷിക്കണ്ടേ? ആ വിജയം ഞങ്ങൾക്ക് അറിഞ്ഞ് ഞങ്ങളും അതിൽ അഭിമാനം കൊള്ളണ്ടേ? അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, ആ വിജയം അറിയിക്കണേ. ഒത്തിരി സന്തോഷത്തോടെ അറിയിക്കുക. പലരും അറിയിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും, സാറേ എനിക്ക് ഈ റാങ്ക് കിട്ടി സാറേ എന്നൊക്കെ പറയാം. അതുപോലെ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്, അതുപോലെ യൂട്യൂബ് വഴി അറിയിക്കുന്നു, കൂട്ടുകാർ വഴി അറിയിക്കുന്നു, എൻട്രിയിലെ കുറേ സാറുമാരുടെ നമ്പർ അറിയാം, ആ നമ്പറിലൂടെ അറിയിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനാണ് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ആ റാങ്ക് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കണം. അഭിമാനമാണ്. കാരണം ഒരു ദിവസമെങ്കിലും നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ മീറ്റപ്പിന് വന്ന് ഞങ്ങളെയൊക്കെ വന്ന് കാണുക എന്ന് പറയുന്നതൊക്കെ അഭിമാനമല്ലേ. നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറയുന്നതും അഭിമാനമല്ലേ. ആ സന്തോഷം ആദ്യം ഒന്ന് പങ്കിട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഇനിയുള്ള യാത്രകൾ നിങ്ങളുടേതാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു പരീക്ഷകൾ വിജയം നേടും എന്ന വാശിയോടുകൂടി പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്. പിന്നെ ഒരു റാങ്ക് കിട്ടി എന്നും പറഞ്ഞ് അഹങ്കരിക്കാതിരിക്കുക. സന്തോഷം പങ്കിടുക. എല്ലാവരെയും ഒന്ന് ബന്ധുക്കളെ അല്ലെങ്കിൽ കൂട്ടുകാരെ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഇടുക. ഇതൊക്കെ അഭിമാനമാണ്. കാരണം എന്താ, എത്രയോ ആൾക്കാരുടെ മത്സരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു റാങ്ക് അല്ലേ. ആ റാങ്കിൽ ഇപ്പം പറയേണ്ടടുത്ത് പറഞ്ഞിരിക്കണം. സന്തോഷിക്കേണ്ട സമയത്ത് നിങ്ങൾ സന്തോഷിക്കണം. അല്ലാതെ ഇത് ഞാൻ പുറത്താരെ അറിയിക്കത്തില്ല, ആൾക്കാർ അറിയിച്ചാൽ ഇനി ജോലി കിട്ടുമോ എന്ന് ചോദിക്കുക, അങ്ങനെയൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അല്ലാതെ ലിസ്റ്റിന്റെ അവസാനം നിങ്ങൾ ഓരോ കഴിഞ്ഞ പ്രാവശ്യം എത്രമാത്രം ലിസ്റ്റ് എടുത്തു. പല ജില്ലയിലും നല്ല രീതിയിൽ പോയിട്ടില്ലേ, നല്ല രീതിയിൽ ലിസ്റ്റ് വന്നവർക്ക് പല
ജില്ലയിൽ നിങ്ങൾ ആ തൊഴിൽ വാർത്തയൊക്കെ എടുത്തു വെച്ചൊക്കെ എവിടം വരെ ഓരോ ജില്ലയിൽ പോയെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇനി നെഗറ്റീവ് ചിന്താഗതി, പലരും പറയും നെഗറ്റീവ് ചിന്ത എടുക്കുവോ, LDC എടുക്കുവോ, ഇനി ഇങ്ങനെയുള്ള ഗവൺമെന്റ് എടുക്കുവോ, അങ്ങനെയൊന്നും നോക്കരുത്. നിങ്ങൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്കറിയാം എടുക്കുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ആൾക്കാരെ എടുക്കുന്നുണ്ട്. LGS എടുത്തു, LDC എടുത്താലും നല്ല രീതി ഈ ജോലിയിൽ കയറുന്നവരുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ പറയുന്നവരെ ആദ്യം ഒഴിവാക്കുക. നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് നിങ്ങൾ അഭിമാനത്തോടെ കൊണ്ടുപോവുക, ഞങ്ങളെയൊക്കെ അറിയിക്കുക. ഓക്കെ, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ റാങ്ക് അറിയിക്കണേ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ സന്തോഷം പങ്കിടാം. നന്ദി, നമസ്കാരം.